ഹായ് എവ്രി വൺ. നിങ്ങൾ ഇനി അങ്ങോട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഓൺലൈനായി പഠിക്കണോ, ഓഫ്ലൈനായി പഠിക്കണോ? ഏതാണ് ബെസ്റ്റ്? ഇപ്പോൾ +2ലേക്ക് കയറിയിരിക്കുന്ന ഒരുവിധം കുട്ടികളൊക്കെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവും. അതായത് നിങ്ങൾക്ക് തന്നെ ഒരു പ്ലാൻ ഉണ്ടാവുമല്ലോ, നിങ്ങൾ എന്തായി തീരണം എന്നുള്ളത്. ഇന്നത്തെ മക്കളാണ് നിങ്ങൾ, അപ്പോൾ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും. എനിക്ക് നീറ്റ് നോക്കണം എന്നുണ്ട്, JEE നോക്കണം എന്നുണ്ട്, അപ്പോൾ ഞാൻ അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് സ്കൂളിൽ പഠിപ്പിക്കുന്നതും 11th അത്യാവശ്യം ഉഴപ്പിപ്പോയി. അപ്പോൾ സ്കൂളിൽ 12ത്തിലെയും എനിക്ക് നല്ല രീതിയിൽ പഠിച്ചു പോകണമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാകും. അതായത് നിങ്ങൾ അഡീഷണൽ ട്യൂഷൻസിന് പോകണമെന്നോ, സ്കൂളിലെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും ക്ലാസ്സിൽ ചേരണം എന്ന് വിചാരിച്ചിട്ടുണ്ടാകും, സ്കൂൾ ടൈമിന് ശേഷമോ സ്കൂൾ ടൈമിന് മുമ്പോ. പിന്നെ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ നീറ്റിൻ്റെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന മക്കളുണ്ടാവും. അപ്പോൾ നല്ലതാണ്, നിങ്ങൾ ഏത് തീരുമാനം എടുത്താലും നിങ്ങൾക്കത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് കുറച്ച് പറയാനുള്ള കുറച്ചൊരു റിയാലിറ്റി ചെക്ക് നമുക്ക് ചെയ്ത് നോക്കാം. നിങ്ങളിപ്പം ആദ്യമേ പോയിട്ട് നിങ്ങൾ എന്തെങ്കിലും ക്ലാസ്സസിനൊക്കെ ചേർന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങളുടെ സ്കൂൾ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരുപാട് സിലബസ് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലെ ക്ലാസ്സസ് ഉണ്ടാകും. നിങ്ങൾ സയൻസ് സ്റ്റുഡൻസ് ആണ്, അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടിക്കൽസ് ഉണ്ടാകും, റെക്കോർഡിൻ്റെ വർക്ക് ഉണ്ടാകും, പിന്നെ സ്കൂളിലെ ഹോംവർക്ക് കാര്യങ്ങൾ, അങ്ങനെ പിന്നെ സ്കൂളിൽ ഒരുപാട് ആക്ടിവിറ്റീസ് വരും, അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ടാവും. അതിനുശേഷമാണ് നിങ്ങൾ നിങ്ങളുടെ ട്യൂഷൻസിനോ ബാക്കി കാര്യങ്ങൾക്കോ ആയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ അതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ പിന്നെ ഒരു സമയമാവും നിങ്ങൾ വീട്ടിലെത്തുമ്പം. അപ്പോൾ നിങ്ങൾക്ക് ഈവനിങ് ടൈം ആയിരിക്കും നമ്മളുടെ നീറ്റിൻ്റെ ക്ലാസ്സസ്, സൂപ്പർ കിങ്സ് ബാച്ചിൻ്റെ ക്ലാസ്സസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് സമയം ട്രാവൽ ചെയ്ത് അല്ലേ, ഇത് ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ ഭയങ്കര ടയേർഡ് ആയിരിക്കും. പിന്നെ സ്കൂളിലെ കുറേ വർക്ക് ചെയ്യാനും നോക്കാനും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനായിട്ട് ചിലവഴിക്കാൻ ഒരു സമയം ഉണ്ടാവില്ല, അതിനുള്ളൊരു മൂഡും ഉണ്ടാവില്ല. അങ്ങനെ നിങ്ങളത് പിന്നെ ചെയ്യാമെന്ന് മാറ്റി മാറ്റി വെച്ച് ഒരുപാട് പെൻഡിങ് ക്ലാസ്സസ് ആവുകയും അങ്ങനെ നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വരികയാണ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ കുട്ടികൾക്ക് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണിത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് അങ്ങനെ കുറച്ച് സ്മാർട്ടായിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ഇതെല്ലാം ചെയ്യാം. അതായത് നിങ്ങളിങ്ങനെ ചിന്തിച്ച് നോക്കിക്കേ, നിങ്ങളുടെ ബോർഡ് എക്സാമിലെ സ്കോറ് നിങ്ങൾക്കറിയാം. അത് നിങ്ങൾക്ക് എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്. ഫുൾ A+ നിങ്ങൾക്ക് എന്താണ് തരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ബോർഡ് എക്സാമിലെ സ്കോറ് നിങ്ങളെ എവിടെയാണ് എത്തിക്കുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടാകും, ബോർഡ് എക്സാമിൽ എനിക്ക് ഇത്രയൊക്കെ സ്കോർ കിട്ടണമെന്നൊരു പ്ലാൻ ഉണ്ടാകും. അപ്പോൾ ഇത് കേൾക്കുന്ന പേരൻസിനോടും കൂടിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സ്കൂളിൽ 12th ബോർഡ്സിൻ്റെ സിലബസ് എന്താണെങ്കിലും നിങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ അധ്യാപകർ നിങ്ങളതെ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതേ സിലബസ് ആണ് നമ്മുടെ നീറ്റിനും പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്റ്റേറ്റിലും CBSE ഉള്ള മക്കൾക്ക് ചെറിയ വ്യത്യാസം ഉണ്ടാകും. പക്ഷെ നിങ്ങളുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ബാച്ചസും ഉണ്ടല്ലോ. CBSE നീറ്റ് ബാച്ചും ഉണ്ട്, സ്റ്റേറ്റ് നീറ്റ് ബാച്ചും നമുക്കുണ്ട്, സൂപ്പർ കിങ്സ് ബാച്ച് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സസ് എങ്ങനെയാണോ സ്കൂളിൽ പോകുന്നത് അതേ പാറ്റേണിലാണ് നമ്മുടെ ക്ലാസ്സസ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം വൈകുന്നേരം വീട്ടിൽ തിരിച്ചെത്തി ഒന്ന് റിലാക്സ് ചെയ്ത് നിങ്ങൾ ഇരുന്ന് ഈ ക്ലാസ്സസ് കണ്ടാൽ തന്നെ നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ബോർഡ്സിൻ്റെ കോൺസെപ്റ്റ്സും നിങ്ങൾക്ക് ക്ലിയർ ആകും. പ്ലസ് നമ്മുടെ നീറ്റ് സിലബസുമായിട്ട് നിങ്ങൾ ഒരു നല്ല ഇതിൽ പോവുകയും ചെയ്യും. അതുകൂടാതെ റെഗുലർ അസസ്മെൻറ്റിനായിട്ട് നമ്മൾക്ക് എക്സാമുകൾ നടക്കുന്നുണ്ട്. നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾക്ക് എക്സാംസ് എഴുതാം, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുതാണ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക എന്നുള്ളത്. എക്സാമിൻ്റെ പാറ്റേണിനെ മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക എന്നുള്ളത്. അത് നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് നമ്മുടെ ഈ ബാച്ചിലൂടെ, സൂപ്പർ കിങ്സ് ബാച്ചിലൂടെ തന്നെ പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി എക്സ്ട്രാ കോച്ചിങ്ങിനും ട്യൂഷൻസിനും ഒക്കെ കൊടുക്കുന്ന പൈസ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ പൈസ നിങ്ങൾക്ക് ഒരുപാട് സേവ് ചെയ്യാം. ആൻഡ് ഓൾസോ നമ്മുടെ ഈ ബാച്ചിലാണെങ്കിൽ നിങ്ങൾക്ക് വെറും ലൈവ് ക്ലാസ്സസ് മാത്രമല്ല, നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോസ് ഉണ്ട്. ഇൻ കേസ് ഏതെങ്കിലും ക്ലാസ് മിസ്സായാൽ നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോ കാണാം, കോൺസെപ്റ്റുകൾ മനസ്സിലാക്കാം. ഡൗട്ട് സോൾവിങ് ഉണ്ട്, AI ഫീച്ചർ ഉണ്ട്. ഡൗട്ട് ക്ലിയറൻസിനായിട്ട് നിങ്ങൾക്ക് AI ഗുരു ഉണ്ട്. അതേപോലെ മെൻറ്റർ ഉണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ തരാൻ നിങ്ങളുടെ മെൻറ്റർ ഉണ്ട്. അതുകൂടാതെ നിങ്ങൾക്കൊരു ക്ലാസ് ടീച്ചറും ഒരു ബാച്ച് ഇൻചാർജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആ ടീച്ചറിനോട് നിങ്ങൾക്ക് ആ പ്രശ്നങ്ങളും കൺവേ ചെയ്യും ഒക്കെ ചെയ്യാം. അപ്പോൾ അതായത് എല്ലാ രീതിയിലും ഒരു റെസ്പോൺസിബിലിറ്റി നമ്മളുടെ ഈ ബാച്ചിന് ഉണ്ടാകും. അതായത് നിങ്ങൾക്ക് ഏതൊരു പ്രശ്നമാണോ, നിങ്ങൾ വീട്ടിലിരുന്നിട്ടാണ് ഈ ബാച്ച് അറ്റൻഡ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾ ഏത് ഇഷ്യൂ ആണോ ഫേസ് ചെയ്യുന്നത് അതിനുള്ള സൊല്യൂഷൻ തരാൻ ഒരു റെസ്പോൺസിബിൾ ഗ്രൂപ്പ് തന്നെ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ബാച്ച് ഇൻചാർജ് ടീച്ചർ, നിങ്ങളുടെ മെൻറ്റർ, നിങ്ങളുടെ AI അല്ലെ നിങ്ങളുടെ ഡൗട്ട് സോൾവിങ് ആപ്പിൽ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്ന വീഡിയോസ്, എവറിത്തിങ് അറൗണ്ട് യു ഇസ് ദെയർ. ആൻഡ് റെഗുലർലി ഞങ്ങൾ നിങ്ങൾക്കായിട്ട് പാരൻറ്റ് ടീച്ചർ മീറ്റിങ്ങും നിങ്ങളുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻസും ഒക്കെ ഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കും. അവിടെ വന്നിട്ടും നിങ്ങൾക്ക് ഞങ്ങളോട് സംസാരിക്കാം. സോ ബേസിക്കലി നീറ്റ് എക്സാം എങ്ങനെയാണ്, അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന എല്ലാ രീതിയിലുള്ള ആൻസൈറ്റീസും
പ്രശ്നങ്ങളും അതൊക്കെ ഓവർകം ചെയ്യാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഇങ്ങനെയുള്ള മീറ്റിംഗ്സും വെബിനാർസും ഒക്കെ കണ്ടക്ട് ചെയ്യുകയും ചെയ്യും. സോ ഓൾ ഇൻ വൺ ആണ് നിങ്ങൾക്ക് ഈ ബാച്ചിൽ ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിക്കുക, നിങ്ങളൊരു സീരിയസ് ആസ്പിരൻ്റ് ആണോ അതോ വെറുതെ ഫോർ നെയിം സേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചു പോവാം, എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളതിൽ പോവാണോ? ശരിക്കും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ സീരിയസ് ആയിട്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇതിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളുടെ നീറ്റിൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നല്ലൊരു സ്കോർ വാങ്ങിക്കാം. നിങ്ങൾ ഏത് ഡ്രീം കോളേജാണോ, നിങ്ങൾ ഏത് കോളേജിലാണോ പോകാൻ ആഗ്രഹിക്കുന്നത് അവിടെ നിങ്ങൾക്ക് പോവുകയും ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെയുള്ളൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ നിങ്ങൾക്കുള്ളൊരു പ്രശ്നമാണ് 11th സിലബസ്. 11th നീറ്റ് എന്ന് പറയുമ്പോൾ 12th മാത്രമല്ലല്ലോ, 11th ഉണ്ട്. 11th സിലബസും റിവൈസ് ചെയ്യണം. അപ്പം നമ്മുടെ ഈ ബാച്ചിൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ലോഞ്ച് വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. 12th സിലബസ് പോകുന്നതിനൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ 11th റിവിഷൻ ക്ലാസ്സസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അതേപോലെ 11th റിവിഷൻ സിലബസ് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എക്സാമുകളുണ്ട്. ഇനി ബോർഡിൻ്റെ സമയം നിങ്ങൾ പിന്നെ അടുത്ത മാർച്ച് ആകുമ്പോഴേക്കും നിങ്ങളുടെ ബോർഡ് എക്സാമിൻ്റെ സമയമാകും, +2 ബോർഡിൻ്റെ സമയമാകും. ആ സമയമാകുമ്പോഴേക്കും അതിന് മുമ്പുള്ള ഒരു മാസം ഞങ്ങൾ നിങ്ങൾക്ക് ഫുൾ 12th ബോർഡ് ബേസ്ഡ് ആയിട്ടുള്ള റിവിഷൻ തന്നെയാണ് ചെയ്യിപ്പിക്കുക എല്ലാ സബ്ജക്ട്സിലും. അതിനുശേഷം നിങ്ങൾ ബോർഡ് എക്സാം എഴുതി പിന്നെ നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് വീണ്ടും നീറ്റിൻ്റെ ആ ഒരു മോഡിലേക്ക് വരികയാണ് ചെയ്യുന്നത്. സോ ഓൾ ഇൻ വൺ ആണിത്. എല്ലാ രീതിയിലും നിങ്ങളിവിടെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളൊരു സ്മാർട്ട് ഡിസിഷൻ എടുക്കുക. അതായത് നിങ്ങൾ ആലോചിക്കുക, ശരിക്കും ഇതാണോ എൻ്റെ ഗോള്, ശരിക്കും എനിക്ക് നീറ്റ് ക്ലിയർ ചെയ്യണമെന്നാണോ ഉള്ളത്, നല്ലൊരു സ്കോർ വാങ്ങണമെന്നാണോ ഉള്ളത്. സോ യു ഡിസൈഡ് ആൻഡ് കോൺടാക്ട് us. ഓക്കെ, ഞങ്ങളിവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ കിങ്സ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത മക്കൾക്കൊക്കെ വെൽക്കം. ഇനി ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ്: നിങ്ങൾ ഓൺലൈനായിട്ട് ചെയ്യണോ ഓഫ്ലൈനായിട്ട് പഠിക്കണോ അത് നിങ്ങളുടെ ചോയ്സ് ആണ്. പക്ഷേ ഐ വാസ് ജസ്റ്റ് ഗിവിങ് യു സം റിയാലിറ്റി ചെക്ക്. അപ്പോൾ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക, ഏറ്റവും ഡിസ്ട്രാക്ഷൻസ് ഏറ്റവും കുറവ്, അതായത് ട്രാവലിങ്, പിന്നെ കുട്ടികൾ അവിടെ പോയി ഫ്രണ്ട്സിനെ ഉണ്ടാക്കി ഫ്രണ്ട്സുമായിട്ടുള്ള സംസാരം കാര്യങ്ങളും അൺനെസസറി ഡിസ്ട്രാക്ഷൻസ് നമ്മൾക്ക് അവോയ്ഡ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ സ്വസ്ഥമായിട്ട് നമ്മളുടെ വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അത് സെലക്ട് ചെയ്യുക, നല്ലപോലെ ആലോചിച്ച് തീരുമാനം എടുക്കുക മക്കളെ. Don't waste time because we don't have any more time to waste. Wishing you the very best. Bye-bye.